ഹലോ, വെൽക്കം സ്മീക്കർ സർ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാഹൂവിനെ പറ്റിയാണ്. അപ്പോൾ വീഡിയോ ആദ്യമേ കാണുന്നില്ല, നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ബെല്ലേക്കണം എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കലിയുഗത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കലിയുഗത്തിനെ പറ്റി, യുദ്ധത്തിനെ പറ്റി. അപ്പോൾ കലിയുഗത്തിനെ റൂൾ ചെയ്യുന്നത് ഇപ്പോൾ യാഹൂ എന്ന് പറഞ്ഞ ഗ്രഹമാണ്. ഇപ്പോൾ തന്നെ ഈ നമ്മുടെ ഇപ്പോൾ കടന്നു പോകുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എല്ലാം യാഹൂ ആണ് കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ യാഹൂ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനാണ്, അതേപോലെ അൺഎക്സ്പെക്റ്റഡ് ആണ്, കള്ളമാണ്, ചതിയാണ്, കാപട്യമാണ്, എല്ലാം ഉണ്ട്, മാനിപ്പുലേഷനാണ്. ഇതെല്ലാം യാഹൂ ആണ്. അപ്പോൾ നിങ്ങൾ അതുമാത്രമല്ല, വ്യത്യസ്തമായ രീതിയിൽ റൂൾ ബ്രേക്കറുമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ യാഹൂ ആണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഈ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ആ ഗ്രഹമാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള ഒറ്റ തെളിവ് ഞാൻ പറഞ്ഞുതരാം. കാരണം നമുക്കറിയാം, നമ്മുടെ പണ്ടത്തെ കാലം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജാക്കന്മാരെ നമ്മൾ യുദ്ധം ചെയ്യുന്ന സമയത്ത്, ഇല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന പോലെ ഈ പണ്ട് മഹാഭാരത രാമായണ യുദ്ധം നടന്ന സമയത്ത്, മനസ്സിലായി, അതൊന്നും ഞാൻ കൂട്ടുന്നില്ല, ആ ഒരു സംഭവമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ പൊതുവെ അറിയാന്നുള്ള കാര്യങ്ങൾ രാജാക്കന്മാർ തമ്മിലുള്ള നാട്ടുയുദ്ധങ്ങൾ. മനസ്സിലായില്ലേ? അതിൽ തന്നെ നമ്മളിപ്പോൾ ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ചിന്തിച്ച് നോക്കിയോ. നിങ്ങൾ അങ്ങനെ അത് വിശ്വസിക്കുന്നവരാണെങ്കിൽ രാമായണം മഹാഭാരതം എല്ലാം നിങ്ങൾ വിശ്വസിച്ച് നോക്കിയോ. എന്നുവെച്ചാൽ നിങ്ങൾ പറയണം, അന്ന് നടന്ന യുദ്ധങ്ങളും ഇപ്പോൾ നടന്ന യുദ്ധങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തോന്നാണ്. അന്ന് നടന്ന ശരിക്കുള്ള വാറെന്ന് പറഞ്ഞ യുദ്ധം എന്ന് പറയുന്നത് ഇപ്പം ഇന്ന് നടക്കുന്നതാണ് റവല്യൂഷൻ. നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ കേട്ടിട്ടുണ്ട്, റഷ്യൻ റവല്യൂഷൻ കേട്ടിട്ടുണ്ട്, പല പല റവല്യൂഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നടക്കുന്നത് റവല്യൂഷനാണ്. ഇന്ന് നടക്കുന്ന റവല്യൂഷനിൽ നമ്മുടെ യാഹൂ എന്ന് പറയുന്നതിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് മനസ്സിലാക്കണം. അതാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് നമ്മൾ പറയാം. ഫ്രഞ്ച് വിപ്ലവത്തിൽ നെപ്പോളിയൻ്റെ സ്റ്റാർ ചതയം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മനസ്സിലായി? ചതയം കറക്റ്റാണ്, ചതയം. കാരണം വിപ്ലവം ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ അത് യാഹൂ വേണം. അത് നെപ്പോളിയൻ്റെ ചതയത്തിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള നക്ഷത്രം യാഹൂ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ ഇട്ടല്ലോ യാഹൂ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് കാര്യം. ഇതിനെയാണ് ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, പല പല വിപ്ലവമുണ്ട്. അപ്പോൾ ഈ വിപ്ലവം ഉണ്ടാക്കുന്ന പല ആൾക്കാരുടെയും അത് ഡീഫാൾട്ടായിട്ട് എന്തുവാണ് യാഹൂ എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ സ്വാധീനം കാണും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? നമ്മൾ ഇപ്പോൾ യുദ്ധം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പൊതുവെ പണ്ട് നടന്ന യുദ്ധങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കും. അന്ന് നടന്ന യുദ്ധങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക റിവഞ്ചിന് വേണ്ടി മാത്രമാണ്. രണ്ട് വ്യക്തികൾ തമ്മിലാണ്. ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം, അന്നത്തെ കാലത്ത് യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആ യുദ്ധം നടന്ന ഒന്നും നാട്ടിനൊരു ഗുണവുമില്ല. ഇല്ലെങ്കിൽ ആ യുദ്ധം നടന്നും പറഞ്ഞ് നാട്ടിലൊന്നും ബാധിക്കാനും പോകണം. അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം മാത്രമാണ്. പ്രത്യേകിച്ച് അത് അവരുടെ പ്രസ്റ്റീജിൻ്റെ വിഷയമായി തമ്മിലടിക്കുകയാണ്. മനസ്സിലായില്ലേ? അത് തമ്മിലടിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്തിന് വേണ്ടിയോ രാജ്യത്തിന് വേണ്ടിയോ അല്ല. അത് അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഈ രാജ്യങ്ങൾ കീഴടക്കാൻ വേണ്ടി. ഇതിനെയാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ യുദ്ധങ്ങൾ നമ്മൾ നോക്കി നോക്കിയാൽ ഇന്നത്തെ യുദ്ധങ്ങൾ റവല്യൂഷനാണ്. അപ്പോൾ ഇന്നൊരാൾ പണ്ട് നമ്മൾ റഷ്യൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, എല്ലാ റവല്യൂഷനും നമ്മൾ നോക്കിയാൽ പോലും അവിടെ ഒരു നമ്മളിപ്പോൾ വേൾഡ് വാർ നടന്നു കഴിഞ്ഞപ്പോൾ ലോകത്തൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് നിയമത്തിലായാലും കോൺസ്റ്റിറ്റ്യൂഷനിലായാലും അല്ലെങ്കിൽ തന്നെ വേറെ പല പല കാര്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നടക്കുന്ന റെവല്യൂഷൻ കൊണ്ട് ഒരു രാജ്യത്തിൽ മൊത്തത്തിൽ മാറ്റം ഉണ്ടാകും. മനസ്സിലായില്ലേ? അത് ഏത് രീതിയിലാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നടക്കുന്ന റവല്യൂഷൻ കൊണ്ട് ഒരു രാജ്യത്തിലുള്ള കംപ്ലീറ്റ് ആൾക്കാരെ അത് ബാധിക്കും. പണ്ട് അങ്ങനെയല്ല. പണ്ടിപ്പോൾ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരു പ്രത്യേക ആൾക്കാരെ മാത്രം ബാധിക്കും, ജനങ്ങളെയും ബാധിക്കും. പക്ഷെ അത് നമ്മൾ അങ്ങനെ ചിന്തിക്കാനുള്ളതല്ലേ സംഭവം. മനസ്സിലായില്ലേ? കൂടുതലും എന്തിനാണ് ആ പ്രസ്റ്റീജിൻ്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ, അല്ലെങ്കിൽ രാജ്യങ്ങൾ ഞാൻ പറഞ്ഞു, രണ്ട് രാജാക്കന്മാർ തമ്മിലുള്ള പ്രസ്റ്റീജിൻ്റെ ഇഷ്യൂ ആണ്. മനസ്സിലായില്ലേ? ഇതിനെയാണ് പണ്ടത്തെ യുദ്ധം എന്ന് പറയുന്നത്. ഇന്ന് റെവല്യൂഷനാണ്. ഇന്നെന്ന് പറഞ്ഞാൽ വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പോയിന്റിൽ വിപ്ലവം ഉണ്ടാക്കി അത് സ്പ്രെഡായി ആ രാജ്യത്തിലും ബാധിക്കും, ബാക്കിയുള്ളവർക്കും ബാധിക്കും, അല്ലേ? അപ്പോൾ ഒരു വിപ്ലവം ഉണ്ടായത് ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടം ആൾക്കാരുടെ ഇവിടെ വിപ്ലവം ഉണ്ടാകുന്ന സാധാരണക്കാരും, അത് ആലോചിച്ച് പോകണം, സാധാരണ ജനങ്ങളാണ്.
ഈ ഇപ്പോഴത്തെ തലമുറയിൽ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപ്ലവം ഉണ്ടാക്കുന്ന രാജാക്കന്മാർ നേരത്തെ നേതൃത്വം എടുത്ത് യുദ്ധം ഉണ്ടാക്കും. അപ്പോൾ യുദ്ധവും വിപ്ലവവും രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ പണ്ട് നടന്ന യുദ്ധം ഇപ്പോൾ നടക്കുന്നതെല്ലാം വിപ്ലവമാണ്. മനസ്സിലായില്ലേ? ഇതിനെയാണ് നിങ്ങൾ മനസ്സിലാക്കുള്ളത്. അപ്പോൾ നമ്മൾ ഈ ലോകം ഈ രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു തലമുറ കണ്ടുകൊണ്ടുന്നത് രാഹുവാണ്. അപ്പോൾ രാഹുവിൻ്റെ സ്വാധീനത്തിലുള്ള പല ആൾക്കാരുണ്ട്. എക്സാമ്പിൾ എലോ മസ്ക്, അതേപോലെ പല പല ആൾക്കാരുമുണ്ട്. മനസ്സിലായി? രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള പല ആൾക്കാരും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പറയുന്നത് റവല്യൂഷനും യുദ്ധം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ജനത്തിൻ്റെ വികാരങ്ങളുണ്ട്, ഒരു കൂട്ടം ജനത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്, ഒരു കൂട്ടം ജനങ്ങളുടെ പല പല ഒരു പ്രത്യേക ഒരു രാജ്യം വരെ മാറ്റിമറിക്കാൻ വേണ്ട റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു പ്രത്യേക വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ചു കയറുക. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയട്ടോ, ഇപ്പോൾ നിങ്ങളെ കൂട്ടുകാരെ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അടി കൂടുന്നു. മനസ്സിലായില്ലേ? നിങ്ങളെന്തോ അവന്മാർ അടി കൂടട്ട്, അത് അവന്മാരെ പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തീരും. അതിന് യുദ്ധം എന്ന് പറയും. അവിടെ റിവെഞ്ച് അവിടെ തീർക്കും. പക്ഷേ അതേ രണ്ട് പിന്നെ അടി കൂടിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് ഇല്ലെങ്കിൽ ഒരു കൂട്ടം ആളുടെ ആവശ്യം ഇതിൽ ഒരാൾ ജയിക്കണമെന്നുള്ളത് അതൊരു വലിയൊരു ആവശ്യമായി നിന്ന് കഴിഞ്ഞാൽ അതിനെ റവല്യൂഷൻ എന്ന് പറയും. അതെന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞത് റവല്യൂഷൻ എന്ന് പറയും. നിങ്ങളതൊന്നും മനസ്സിലാക്കണം. അപ്പോൾ യുദ്ധവും റവല്യൂഷൻ രണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് റവല്യൂഷനാണ് നമ്മുടെ ഭൂമിയിൽ. ഇനി നമ്മൾ നടക്കാൻ പോകുന്ന റവല്യൂഷന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? അൺഎക്സ്പെക്റ്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും, എന്ത് സംഭവിക്കുന്നു അൺപ്രഡിക്റ്റബിളാണ് രാഹു എന്ന് പറഞ്ഞാൽ. അപ്പോൾ തന്നെ നമ്മൾ ഈ ഇടയ്ക്ക് കണ്ട വിനീത് പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയ കേസ് ആരെങ്കിലും പ്രതീക്ഷിച്ച കണ്ണടച്ച് തുറക്കണതിന് മുമ്പേ ഒന്ന് തട്ടിക്കൊണ്ടുപോയി. അതുപോലെ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യത്തില്ല. അതാണ്. അപ്പോൾ രാഹുവിൻ്റെ പീക്ക് പോയിന്റിലൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ രാഹുവിൻ്റെ ഒരു കൺട്രോൾ കൂടി വരും ഒരു വർഷങ്ങൾ കൂടുന്തോറും. അപ്പോൾ നമ്മളെന്തോന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യുദ്ധങ്ങളാണ് ഈ നടക്കാൻ പോകുന്നത്. അൺഎക്സ്പെക്റ്റഡ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല. അങ്ങനത്തെ യുദ്ധങ്ങളാണ് ഈ നടക്കുന്നത് രാഹുവിൻ്റെ കാലങ്ങളിൽ. മനസ്സിലായി? പ്രത്യേകിച്ച് ഈ കലിയുഗം എന്ന് പറഞ്ഞാൽ തന്നെ എന്തുകൊണ്ട് രാഹുവിൻ്റെ ഇതാണ്. പിന്നെ അൺകണ്ടീഷണൽ ഈ തന്നെ വ്യത്യസ്തമായ തലത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, വ്യത്യസ്ത തലത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ, നമ്മുടെ ഈ ഒരു ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെയും അതിൽ നിന്നും വിപരീതമായി പോകുന്ന ആൾക്കാർ, ഇതെല്ലാം നമുക്ക് ഇവിടെ വരും. മനസ്സിലായില്ലേ? പിന്നെ മാനിപ്പുലേഷൻ, കള്ളം, പിടിച്ചുപറി, മോഷണം, ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാര്യമാണ് രാഹു എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ കെമിക്കൽ, ട്രാൻസ്പോർട്ടേഷൻ, അകപ്പാടെ നമുക്ക് ഗുണമുള്ളതെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ മാത്രമേ ഈ ഒരു കഴിവ് കൊണ്ട് ഗുണമുള്ളൂ. രാഹു എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനാണ്. ട്രാൻസ്പോർട്ടേഷൻ്റെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മാത്രമേ ഈ ഒരു കലിയുഗത്തിൽ ഗുണമുള്ളൂ എന്ന് പറയാൻ പറ്റും. ബാക്കിയുള്ള ഒരു കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. മനസ്സിലായില്ലേ? പിന്നെ സപ്പോസ് ഇനി ഒരു റവല്യൂഷൻ പോലെ ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രണ്ട് രാജ്യങ്ങൾക്കും എന്തോ നീയും. അതുകൊണ്ട് അത് ഓരോ ജനങ്ങളുടെ ആവശ്യമായിരിക്കും. അങ്ങനത്തെ രീതിയിലുള്ള റവല്യൂഷൻ നടക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെയുണ്ട്. ഇല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങളുടെ ആവശ്യപ്രകാരം ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കെമിക്കൽ പ്രോഡക്ട്സ്, അത് ഒരുപാട് കൂടി വരും. അതും ഇതിൻ്റെ ഇനി നമ്മുടെ ഫ്യൂച്ചറിൽ നടക്കുമെന്ന സംഭവം തന്നെ. കെമിക്കലിൻ്റെ ഇത് കൂടി വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കണം രാഹുവിൻ്റെ സ്വാധീനത്തിലാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ആത്മീയതയിൽ നിന്ന് കുറഞ്ഞ് വരികയാണ് ആൾക്കാർ. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇപ്പോൾ ആരാണ് ഇനി ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആത്മീയമായ ആൾക്കാരുടെ അളവ് വളരെ കുറഞ്ഞ് വരും. കാരണം ആത്മീയമെന്ന് പറഞ്ഞാൽ കേതുവാണ്. മനസ്സിലായില്ലേ? മോഡേൺ എന്ന് പറഞ്ഞതാണ് രാഹു എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജി ഇല്ല രാഹുവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു നിയമങ്ങളുണ്ട് കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കേതു സൂര്യൻ്റെ പുത്രനായതുകൊണ്ട് ഈ ചെറിയ രീതിക്ക് നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ രാഹു അങ്ങനെയല്ല, റോഡ് ബ്രേക്കറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നിയമവും കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്തി. ഇനി ഫ്യൂച്ചറിലൊക്കെ എല്ലാവർക്കും ആർത്തിയാണ്, എല്ലാത്തിനും ആർത്തി കൂടും. അതൊക്കെ ഇനി ഫ്യൂച്ചറിൽ വരുന്ന കാര്യമാണ്. കാരണം രാഹുവിൻ്റെ ഇതിലാണ് ഇനി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ. മനസ്സിലായില്ലേ? അപ്പോൾ ആർത്തി മനുഷ്യന്മാർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാത്തിനും ഒരു ആർത്തി പോലെ വരും. മനസ്സിലായില്ലേ? ആർത്തിക്ക് വേണ്ടി ഭരണകൂടം ഈ വലിയ നമ്മുടെ ഭരിക്കുന്ന ആൾക്കാർ അതിന് വേണ്ടി പോകും. മനസ്സിലായില്ലേ?
അപ്പോൾ നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറയും, പണ്ടത്തെ ആൾക്കാർ ദൈവത്തിനെ കണ്ടിട്ടുണ്ട്, പണ്ടത്തെ ആൾക്കാർ മറ്റേനെ കണ്ടിട്ടുണ്ട്, മറിച്ചതിനെ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ആത്മീയതമായി പോകും. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്ന കാര്യം, പണ്ടത്തെ ആൾക്കാർക്ക് ആത്മീയമായി പോകേണ്ട കാര്യം എന്താണ്? അത് കേതുവാണ്. കേതു ആത്മീയത മീൻസ് സ്പീച്ചിൻ്റെ ഗ്രഹമാണ്. ഇല്ലെങ്കിൽ അങ്ങനെയാണ്, ഡിറ്റാച്ച്മെൻറ്റിൻ്റെയാണ്. ഭൗതിക സുഖത്തോടെ എല്ലാം ഡിറ്റാച്ച്മെൻറ്റുള്ള ഗ്രഹമാണ് കേതു. അപ്പോൾ ഡിറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ ഈ പ്രകൃതിയൊക്കെ നശിച്ചു പോകും. ആ സമയത്തൊക്കെ വീണ്ടും ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോഴത്തെ ആൾക്കാർക്ക് ദൈവത്തെ വിളിച്ചാൽ കേൾക്കത്തില്ലെന്ന് പറയും. പണ്ടത്തെ ആൾക്കാർ പെട്ടെന്ന് തപസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്ന് പറയും. കാര്യം അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ അങ്ങനെ പലതും പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അങ്ങനെയൊന്നുമല്ല, ഞാൻ അത് വിശ്വസിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്.